ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഞാൻ ആവശ്യമില്ലാത്ത പാത്രങ്ങളിൽ പെയിന്റ് അടിച്ച് ചെടികളൊക്കെ വെച്ചത് കാണിച്ചായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഏത് പെയിന്റാണ് അടിച്ചതെന്നുള്ളത്. അപ്പം ആ പെയിന്റ് ഏതാണെന്നും പിന്നെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ആ ചെടികളൊന്നും കാണിക്കാണ്ട് ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ ആ വ്യൂസ് ഒക്കെ. അപ്പം അതിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഏതെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. ഇവിടെയാണ് ഞാൻ ആ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ആദ്യമേ എന്ന് പറയട്ടെ, ഇതിങ്ങനെ നല്ല ലഷായിട്ടുള്ള പ്ലാന്റ്സ് ഒന്നല്ല. കാരണം ഞാൻ കുറച്ച് നാളായിട്ടുള്ള വെച്ചിട്ട് പിന്നെ ഇത് ചെറിയ പോട്ടായതുകൊണ്ട് തന്നെ അതിനുള്ള വളർച്ച മാത്രമാണ് ചെടികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും ചെറിയ ചെടികളാണ്. അപ്പം ഈ ചെടി എന്ന് പറയുന്നത് നമ്മുടെ പത്തുമണിയുടെ പൂവാണ്. ഇതിൽ ഇന്നലെ ഒരു പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഈ സ്ഥലം കുറച്ച് തണലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഈ ചെടിയിൽ അത്ര ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല. 1-2 ഫ്ലവേഴ്സ് ഒക്കെ മാത്രമാണ് ഈ ചെടിയിൽ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഇതിന്റെ പോട്ട് നമുക്ക് നീലയും കറുപ്പൊക്കെ ആയിട്ട് വാട്ടർ ടാങ്കിന്റെ ഷേപ്പിൽ ഒരു കാശുകുടുക്ക കിട്ടും. അപ്പൊ അങ്ങനത്തെ കാശുകുടുക്കകൾ എടുത്തിട്ട് അതിന്റെ മേൽഭാഗം കട്ട് ചെയ്ത് പെയിന്റ് അടിച്ചിട്ടാണ് ആ പോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് ഓൾട്രാന്തറ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം തന്നെ പുതുതായിട്ട് വാങ്ങിയ പ്ലാന്റ്സും ഞാൻ ഇങ്ങനത്തെ ചെറുതിൽ വെക്കാറില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഓൾറെഡി നിൽക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് ഒരു തണ്ട് പറിച്ചിട്ട് വെക്കുന്നതാണ്. ഇതിപ്പോ ഇത്ര വലുതായിട്ടുണ്ട്. ഇതും പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമായിരുന്നു. അപ്പം അതെടുത്ത് ഞാൻ ഇതില് ചെടി വെച്ചേക്കാണ്. ഇത് മിസ് ആൻഡ്രിയ അല്ലെങ്കിൽ കോഡ്ലൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. അപ്പം ഇതും നമുക്ക് ഇങ്ങനത്തെ ചെറിയ പോട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതൊരു പെയിന്റിന്റെ ടിന്നിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ടൊറീനിയയുടെ ഫ്ലവേഴ്സ് ആണ്, അല്ല ചെടിയാണ്. അപ്പം ഇത് വെച്ചിരിക്കുന്നത് പെയിന്റിന്റെ ടിന്നിലാണ്. ഇതുപോലെ പെയിന്റ് അടിച്ചിട്ടാണ്. ഇതിപ്പോ നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിന് മുട്ടിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നീല കളറിലുള്ള ടൊറീനിയ പൂക്കളാണിത്. ഇത് പെപ്പറോമിയ പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇതിൽ വെച്ചിരിക്കുന്നത് ഒരു കുപ്പിയാണ്. ഈ കുപ്പിയുടെ ഈ ഒരു മുകൾ ഭാഗം വെട്ടിയിട്ട് അതില് ഈ പെയിന്റ് അടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പെപ്പറോമിക്ക് കണ്ടു ഇങ്ങനത്തെ ഓരോ വടി പോലത്തെ സാധനം വരും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഫ്ലവേഴ്സ് എന്നൊക്കെ പറയണേ. അല്ലാണ്ട് വേറെ തരത്തിലുള്ള ഫ്ലവേഴ്സ് ഒന്നും ഇതിൽ ഉണ്ടാവാറില്ല. അപ്പൊ ഇത് അതിന്റെ ഒരു തണ്ട് വെച്ചിരിക്കണതാണ് ഈ കാണുന്നത്. ഈ പ്ലാന്റ് ലക്കി ബാംബു പ്ലാന്റ് ആണ്. അതിന്റെ ചെറിയൊരു തൈ വെച്ചിരിക്കുന്നതാണ്. ഇതും നമ്മുടെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് വരുന്ന പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലാന്റ് ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡിന്റെ ചെറിയൊരു കട്ടിങ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ് ഇതില്. ഇതൊരു പെയിന്റിന്റെ ടിന്നാണ്. പിന്നെ ബർജറിന്റെ ഇനാമൽ ബ്രൗൺ കളറിലുള്ള ഇനാമൽ പെയിന്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ബ്രൗൺ കളറും അതുപോലെ വൈറ്റ് കളർ പെയിന്റും ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമ്മളൊരു പഴയ പാത്രം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനത്തെ ഒരു പോട്ടാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഇതിൽ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പഴയ ജാറ് കണ്ടില്ലേ, നല്ലൊരു പോട്ടായിട്ട് മാറിയത്. അപ്പം ഇങ്ങനത്തെ പഴയ പാത്രങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല പോട്ട്സ് ഉണ്ടാക്കാം. ഒന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു ഫേൺ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മതിലുമ്മലൊക്കെ കാണുന്ന ഫേൺ ആണ്. അപ്പോൾ ഇത് ഞാൻ കുഞ്ഞിലേ കൊണ്ടുവച്ചതാണ്. ഇപ്പം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതും ഒരു കാശുകുടുക്കയുടെ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞിട്ടുള്ള പാത്രത്തിലാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ്സ് നോക്കാം. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മെക്സിക്കൻ പിറ്റൂണിയയുടെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് വൈറ്റ് കളറിൽ പൂവുണ്ടാവുന്ന പിറ്റൂണിയാസ് ആണ്. അപ്പം ഇത് എൻ്റെ ഉണ്ടായിരുന്നില്ല, കുറച്ച് നാളായിട്ടുള്ളൂ കിട്ടിയിട്ട്. അപ്പോൾ 3 തണ്ട് കിട്ടിയത് ഞാൻ 3 പെയിന്റിന്റെ ടിന്നിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് അരീലിയ പ്ലാന്റ് ആണ്. ഇതും ഒരു കാശുകുടുക്കയുടെ മോൾ ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് പെയിന്റ് അടിച്ചിട്ടുള്ള ടിൻ തന്നെയാണ് ഇതിനും യൂസ് ചെയ്തിട്ടുള്ളത്.
അടുത്തത് മരീലിയാണ്. ഇത് ഫുഡ് കൊണ്ടുവരുന്ന പാത്രത്തിലാണ് ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ സിങ്കോണിയത്തിന്റെ ചെടിയാണ്. സിങ്കോണിയൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പോട്ടിൽ വെക്കാനായിട്ട് നല്ലൊരു ചെടിയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ വളർന്നു വരും. ഇതിപ്പോ ഒരു ഗ്രീൻ കളറുള്ള സിങ്കോണിയാണ്. പിന്നെ ഇതെന്ന് പറയണത് നമ്മൾ അടുക്കളയിലൊക്കെ പയറും കടലൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ പാത്രമാണ്. ഇതും സിങ്കോണിയാണ്. ഇതൊരു പഴയ കപ്പിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതും ഒരു പിങ്ക് കളർ സിങ്കോണിയാണ്. ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് പഴയ പെയിന്റിന്റെ പാട്ടയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.